ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് 2 വീക്സ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു ട്രിപ്പ്, ഫാമിലിയായിട്ട് ട്രിപ്പ് പോയതാണ് കൊടൈക്കനാലിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൊടൈക്കനാൽ പോകുന്നത്. ഊട്ടി, മൂന്നാർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൊടൈക്കനാൽ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ പോകുന്നത്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കുറേ റീൽസൊക്കെ എൻ്റെ ഫീഡിലിങ്ങനെ റീൽസ് വരുന്നതും ഫുൾ കൊടൈക്കനാലാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കൊടൈക്കനാൽ എത്താനാവുമ്പോൾ തന്നെ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഒരു മാഗി വാങ്ങിച്ച് ഹാന് കൊടുത്തു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പില്ലർ റോക്സ് ഇല്ലേ, ആ വ്യൂ പോയിന്റിലേക്കാണ് പോയത്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ റോക്ക് കണ്ടതേ ഇല്ല ഞങ്ങൾ, കാരണം ഫുൾ കോട. ഞങ്ങൾ ജസ്റ്റ് ഹിൽസ് കയറുമ്പോൾ തന്നെ റോഡ് ഫുള്ള് കോടയായിട്ട് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. കാരണം ആ കോട നമ്മുടെ മുഖത്ത് കൂടെ ഇങ്ങനെ തഴുകി പോകുമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വ്യൂ പോയിൻ്റ് ഒന്നും കാണുന്നില്ല, കാരണം ഫുള്ള് കോട വന്ന് നിറഞ്ഞേക്കുക. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ആൾക്കാർ പോലും അത്രയ്ക്ക് വിസിബിളായിട്ട് കാണുന്നില്ല, അത്രയ്ക്കും കോട വന്നു. പിന്നെ അവിടെയുള്ള മെയിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഫസ്റ്റ് പോയ ദിവസം തന്നെ നമ്മളെല്ലാം കണ്ടു കേട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ കൊടൈക്കനാലിൽ. പിന്നെ അവിടെ കുറച്ചിങ്ങനെ ഫുഡ് സ്പോട്ടുകളുണ്ട്, അതൊക്കെ നമുക്ക് നടന്ന് കാണാം. പിന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നടന്ന് കാണാമെന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയത് നമ്മുടെ മെയിൻ സ്ഥലമായ സുഭാഷിൻ്റെ അടുത്തേക്കാണ്. അവിടെ ഗുണ കേവിക്കാണ് പോയത്. അവിടെ പോയപ്പോൾ പിന്നെ ഇതിനേക്കാൾ അപ്പുറമായി കോട, ഒട്ടും കാണാണ്ടായി. പിന്നെ നിറച്ചു ആൾക്കാരും, അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫുൾ ആൾക്കാർ സുഭാഷേ കുട്ടേട്ട എന്നൊക്കെ വിളിക്കുന്നതൊക്കെ കേൾക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു വൈബ് സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയി, കാരണം കുറച്ച് ടയേർഡായി തുടങ്ങിയത്. രാവിലെ മോർണിംഗ് 5:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ എടുത്തിട്ട് പിന്നെ നൈറ്റ് ഞാനും ഒക്കെ മാത്രം അവിടുത്തെ താഴത്തേക്ക് കൂടെ ജസ്റ്റ് നടന്നു പോയപ്പോൾ അവിടെ ഒരു കട കണ്ടതാണ്. അപ്പോൾ ഇക്കാക്ക് ചിക്കൻ ഫ്രൈ വേണം വേണ്ട, അതിന് വേണ്ടി വന്നത്. അപ്പോൾ ഇഹാനെ ഞങ്ങൾ അവൻ്റെ ഗ്രാൻഡ് പാരൻസിന് വിട്ടുകൊടുത്തിട്ട് ഞങ്ങൾ ജസ്റ്റ് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ മോർണിംഗ് ആയപ്പോൾ അവിടെയുള്ള വ്യൂ ആണ്. അപ്പോൾ മോർണിംഗിലൊന്നും വലിയ കോടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് നല്ല വ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്നുള്ള കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ തന്നെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലാണ് പോയത്. കാരണം ഞങ്ങൾ ഇന്നലെ പോയിണ്ടായിരുന്നില്ല, അത് ഇന്നേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മൾ ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അങ്ങനെ വെയിറ്റ് ചെയ്യും. ഞങ്ങൾ എപ്പോൾ മൂന്നാർ, ഊട്ടി ഒക്കെ പോവുകയാണെങ്കിലും അവിടുന്ന് ഒരു ഫോട്ടോ മെമ്മറിക്ക് വേണ്ടി എപ്പോഴും എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അത് മുടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പോയപ്പോൾ തന്നെ അവർ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ഉപകാരമായി. ഞങ്ങൾ വേഗം ഫോട്ടോസ് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും അവർ ഫാദറും മദറും കപ്പിൾസായിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇഹാന് അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് അതിലൊക്കെ കയറി നടക്കുന്ന സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. പിന്നെ അവന് ഒരു ഹോഴ്സിൽ കയറ്റി കഴിഞ്ഞിട്ട് ഈ വൈറ്റ് ഹോഴ്സിൽ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവന് വേറെ ഹോഴ്സിൽ കയറാൻ വേണ്ടിയിട്ട് അതിലും കയറ്റി. പിന്നെ അതിലൊക്കെ കയറ്റി അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അവിടുന്ന് തിരിച്ച് ഹില്ലിറങ്ങി. കാരണം പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.